ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരുള്ള പാറമേക്കാവ് ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര കോയമ്പത്തൂരുള്ള ആദിയോഗി സ്റ്റാച്ചു കാണുന്നതിനുള്ള യാത്രയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ അരികിലായി വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വരയുള്ള ആദിയോഗി പ്രതിമ, ചരിത്രവും വാസ്തുവിദ്യ വകുപ്പും കൊണ്ട് പ്രസിദ്ധമായ പേരൂർ പട്ടീശ്വര ക്ഷേത്രം, ഇതും കോയമ്പത്തൂർ തന്നെയാണ്. നമ്മുടെ ഈ ആദിയോഗി യാത്രയുടെ ടൂർ കോർഡിനേറ്റർ തൃശ്ശൂരിലെ രശ്മിയാണ്. ഈ യാത്രയിൽ 13 പേരടങ്ങുന്ന ഒരു സംഘമാണ്. ഈ കാണുന്ന ടണൽ തൃശ്ശൂരുള്ള കുതിരാൻ ടണലാണ്. കേരളത്തിലെ ആദ്യത്തെ ടണൽ എന്ന പ്രത്യേകതയുണ്ട്. അങ്ങനെ നമ്മൾ പാലക്കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. ഈ വലതുവശത്ത് വന്ന പാലക്കാട്ടിലെ ലുലുമളാണ്. ഈ കാണുന്ന പാലക്കാട്ടിലെ നെൽപ്പാടങ്ങളാണ്. പാലക്കാട്ടിലെ മട്ട റൈസ് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അരിയാണ്. പാലക്കാട് എത്തിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് HP-യുടെ ഒരു പമ്പിൽ കയറി വണ്ടിക്ക് ഡീസൽ അടിച്ച് അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, ബ്രേക്ക്ഫാസ്റ്റ് ഈ ട്രിപ്പിൽ ഇൻക്ലൂഡറാണ്. അങ്ങനെ നമ്മൾ NH 544 സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ചാവടിക്ക് 2 കിലോമീറ്റർ ഉള്ളൂ. കോയമ്പത്തൂർക്ക് ഇവിടുന്ന് 21 കിലോമീറ്റർ ഉണ്ട്. ബാംഗ്ലൂർക്ക് ഇവിടുന്ന് 376 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് കോയമ്പത്തൂർ മധുകരി ബ്രിഡ്ജാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കോയമ്പത്തൂരിൻ്റെ ഗേറ്റ് വേ ആണ്. കേരള ബോർഡറിൽ നിന്ന് 12 കിലോമീറ്ററാണ്. ഇവിടുന്ന് കോയമ്പത്തൂർ എയർപോർട്ടിലേക്ക് 27 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ പേരൂർ ക്ഷേത്രം എത്താറായി. ഇവിടുന്ന് 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ പേരൂർ ക്ഷേത്രത്തിലെത്തും. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് പേരൂർ ക്ഷേത്രം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ പേരൂർ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കോയമ്പത്തൂരിലെ ഈ ക്ഷേത്രം. ധാരാളം ഭക്തരെത്തുന്ന ക്ഷേത്രമാണ്. നല്ല ട്രാഫിക് ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് വേണം നമുക്ക് അല്പം നടന്നു വരാനായിട്ട്. ഇതാണ് പേരൂർ പട്ടീശ്വര ക്ഷേത്രം, കോയമ്പത്തൂർ. തമിഴ്നാട് സംസ്ഥാനത്തിലെ കോയമ്പത്തൂരിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ മഹാക്ഷേത്രമാണ് പേരൂർ പട്ടീശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രം കോയമ്പത്തൂർ നഗരത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള പേരൂരിലാണ് ശിവഭഗവാന് സമർപ്പിക്കപ്പെട്ട ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീ കരിങ്കാല ചോളനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ദ്രാവിഡ വാസ്തുവിദ്യ നിറഞ്ഞു നിൽക്കുന്ന നിർമ്മാണ രീതിയാണ് ഇവിടെ ദർശിക്കാൻ കഴിയുക. കാമധേനുപുരി, പട്ടിപുരി, അതിപുരി, ദക്ഷ കൈലാസം, സ്തവസിദ്ധപുരം, ജ്ഞാനപുരം, പിറവനേരിയ താളം, പശുപതിപുരം, മേലെ ചിദംബരം എന്നിങ്ങനെ പല പേരുകളിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. സ്വയംഭൂലിംഗ പ്രതിഷ്ഠയായ ഇവിടുത്തെ പരമശിവനെ പട്ടീശ്വര ഭഗവാൻ എന്നാണ് വിശേഷിക്കപ്പെട്ടിരുന്നത്. ഇവിടെ കുടികൊള്ളുന്ന പാർവതി ദേവി പച്ചയനായിക എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ശിവൻ ആനന്ദ താണ്ഡവമാടിയ ക്ഷേത്രങ്ങളൊന്നാണ്. എല്ലാ വർഷവും ഇവിടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നൃത്യങ്ങൾ നടക്കാറുണ്ട്. ഗണപതി ഭഗവാൻ കുടികൊള്ളുന്ന മറ്റൊരു ശ്രീകോവിൽ കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. ഇവിടെ ഭരതനാട്യങ്ങൾ പോലുള്ള ക്ലാസിക്കൽ നൃത്തങ്ങൾക്കാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രവേശന കവാടത്തിൽ ഉയർന്നു നിൽക്കുന്ന ഗോപുരം ആരെയും ആകർഷിക്കും. ഇതിനു പുറമെ നിരവധി ഗോപുരങ്ങളാലും മണ്ഡപങ്ങളാലും സമ്പന്നമാണ് ഈ ക്ഷേത്രം.
ഈ ക്ഷേത്രത്തിൻ്റെ മേൽത്തട്ട് കണ്ടോ ആരെയും ആകർഷിക്കും. ശിലാശൃംഖല കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. ഭഗവാന്റെ വിവിധ ഭാഗങ്ങൾ അലങ്കരിക്കുന്ന കൽത്തൂണുകൾ. പൗരാണിക വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് പങ്കിനി മാസത്തിൽ ആചരിക്കുന്ന പങ്കിനി ഉത്തരം. ആഘോഷത്തിന് മാറ്റുകൂട്ടുന്ന പ്രധാന ആചാരങ്ങളാണ് രഥപ്രദക്ഷിണം. ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നോയൽ നദിയുടെ തീരത്താണ്. അപ്പോൾ നമ്മൾ പേരൂർ ക്ഷേത്രത്തിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് 1 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത് നമ്മളിവിടെ എത്തിയിരിക്കുന്ന 10 മണിക്കാണ്. തിരിച്ച് നമ്മൾ 11 മണിയോടെ നമ്മളിവിടുന്ന് യാത്രയാവുകയാണ്. നല്ല ട്രാഫിക് ഉണ്ട്, റോഡിൽ നല്ല തിരക്കാണ്, വളരെ ഇടുങ്ങിയ റോഡ് തന്നെയാണ്. ഒരുപാട് തീർത്ഥാടകർ എത്തുന്ന സ്ഥലമാണ്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഈ കാണുന്നതാണ് ക്ഷേത്രക്കുളം. ക്ഷേത്രക്കുളം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്രയാവുകയാണ്. നമ്മളിവിടുന്ന് 11 മണിക്ക് യാത്ര തിരിക്കുകയാണ്. നമുക്ക് 1 മണിക്കൂർ അടുത്ത ഡെസ്റ്റിനേഷനായ മരുതുമല മുരുകക്ഷേത്രത്തിൽ 1 മണിക്കൂർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ മരുതുമലയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം വാഹനം ഇവിടെ പാർക്ക് ചെയ്യുകയാണ്. സ്വന്തം വാഹനം അമ്പലത്തിന് അങ്ങോട്ട് കടത്തിവിടുന്നില്ല. ഈ കാണുന്നത് മരുതുമല ക്ഷേത്രത്തിൻ്റെ താഴത്തുള്ള സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് നടത്തുന്നുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര കൺജസ്റ്റഡ് ആണ്, കാരണം ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ മരുതുമല ക്ഷേത്രം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സ്ഥിതി ചെയ്യുന്ന 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മലയോര ക്ഷേത്രമാണ് മരുതുമല മുരുകക്ഷേത്രം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ നമുക്കിവിടെ വേറെ വണ്ടിയുണ്ട് പോകുന്നതിനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ക്യൂ നിന്ന് വേണം, വണ്ടിക്ക് ടിക്കറ്റ് എടുത്ത് വേണം മുകളിലോട്ട് പോകുന്നത്. ഒരു 15 മിനിറ്റ് വീണ്ടും നമ്മൾ യാത്ര ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ താഴെ ക്യൂ നിൽക്കുകയാണ്. ഇവിടെ 1 മണിക്കൂർ ക്യൂ നിന്ന ശേഷമാണ് നമുക്ക് വണ്ടികളുടെ ടിക്കറ്റ് കിട്ടിയത്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് മരുതുമല ക്ഷേത്രമാണ്.